അഡോളസെൻസ് കൗമാരം. ടീച്ചിങ് മെത്തേഡിൽ വരുന്നതാണ്. ടീച്ചിങ് പ്രൊഫഷനായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും എല്ലാവരും മാത്രമല്ല പാരൻസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്, കൗമാരം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം കൗമാരം. The period of person's life between being a child and becoming an adult, between the age of about 13 and 19. 12 മുതലും പറയുന്നുണ്ട്. 13 and 19 മുതൽ കുട്ടികളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ചേഞ്ചിനെയാണ് അഡോളസെൻസ് എന്ന് പറയുന്നത്. Adolescence is the period of transition between childhood and adulthood, the period from puberty to maturity. അവർ മെച്യൂരിറ്റിയിലോട്ട് പോകുന്ന ഒരു പീരീഡ്. അഡോളസെൻസ് ഈസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. പീരീഡ്സ് കാലഘട്ടം പറയുമ്പോൾ സാധാരണ ടീൻ ഏജ് എന്ന് പറയുന്നുണ്ട്, 13 to 19 പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് 11, 12 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. The transition phase of growth and development between childhood and adulthood. അത് ട്രാൻസിഷൻ പീരീഡ്, ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് അഡോളസെൻസ്. The World Health Organization defines an adolescent as any person between age 10 and 19. എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് The World Health Organization defines an adolescent as any person between 10 and 19. 10നും 19നും ഇടയ്ക്കുള്ള എല്ലാ വ്യക്തികളെയും അഡോളസെൻസ് അല്ലെങ്കിൽ അഡോളസെൻ്റ് പീരീഡിലുള്ളവരായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കണക്കാക്കുന്നുണ്ട്. ഈ പീരീഡിലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, social changes are particularly notable and adolescents became more autonomous from their parents. ഇത് സോഷ്യൽ ചേഞ്ച്, ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടമാണ് അഡോളസെൻ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ചസ് ആർ പർട്ടിക്കുലർലി നോട്ടബിൾ ആസ് അഡോളസെൻ്റ് ബിക്കെയിം മോർ autonomous ഫോർ ദെയർ പാരൻസ്. നെക്സ്റ്റ് വൺ, സ്പെൻഡ് മോർ ടൈം വിത്ത് പിയേഴ്സ്, ബീയിങ് എക്സ്പ്ലോറിങ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആൻഡ് സെക്ഷുവാലിറ്റി. അഡോളസെൻ്റ് പീരീഡിലെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ ടൈം പിയേഴ്സുമായിട്ടും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരും അല്ലെങ്കിൽ ഒരേ ഇൻട്രസ്റ്റ് ഉള്ളവരോടൊപ്പമായിരിക്കും. ബീയിങ് എക്സ്പ്ലോറിങ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ആൻഡ് സെക്ഷുവാലിറ്റി. റൊമാൻറ്റിക് റിലേഷൻഷിപ്സിലേക്കും സെക്ഷുവാലിറ്റി തിങ്കിങ്ങിലേക്കും പോകുന്നൊരു കാലഘട്ടമാണ് അഡോളസെൻസ്. അഡോളസെൻസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 ഒരു 5 മാർക്കിന് അവരെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ബയോളജിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണിത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻസ് അതിൽ ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ അൺഡിഫൈൻഡ് സ്റ്റാറ്റസ്, ഇൻക്രീസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്. ഇൻക്രീസ്ഡ് പ്രഷർ, സെർച്ച് ഫോർ സെൽഫ്. അപ്പോൾ അവർക്ക് ഒരു സെൽഫ് എന്നൊരു ചിന്ത വരുന്നു. ബയോളജിക്കൽ ഗ്രോത്തും അതോടൊപ്പം തന്നെ ഇൻക്രീസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു ചേഞ്ച്. എന്നാലും ഈ പറഞ്ഞതെല്ലാം അഡോളസെൻസ് പീരീഡിലെ ചേഞ്ചസ് ആണ്. ഇവർ ഈ പീരീഡിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു. എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് ചോദിച്ചാൽ എക്സസീവ് എനർജി, കൂടുതൽ എനർജറ്റിക് ആണ്. ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഞാനൊരു വ്യക്തിയാണെന്ന് അംഗീകരിക്കണമെന്ന് ഒരു തോന്നലുണ്ടാകുന്നു, പക്ഷെ അംഗീകരിച്ചൊന്നും വരില്ല. ചിലപ്പോൾ ചോദിക്കും കുട്ടിയല്ലേ എന്ന്, ചിലപ്പോൾ ചോദിക്കും മുതിർന്നവരല്ലേ എന്ന് പാരൻസിൻ്റെ ഭാഗത്തു നിന്നും. ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നു. അണ്ടർ അച്ചീവ്മെൻറ്റ്, പ്രതീക്ഷിച്ചത്ര ചിലപ്പോൾ എത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. പിയർ പ്രഷർ പ്രോബ്ലംസ്, പിയേഴ്സിൻ്റെ ഇടയിലുണ്ടാകുന്ന പ്രോബ്ലംസ്. സബ്സ്റ്റാൻസസ് അബ്യൂസ്, ഡെലിക്വൻസ് പ്രോബ്ലംസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അഗ്രസീവ്നെസ് ഓർ വിഡ്രോവൽ, റെബിലിയസ് ആറ്റിറ്റ്യൂഡ്, അതുണ്ടാകുന്നു. റെബലിയസ് ആറ്റിറ്റ്യൂഡ്, എന്തും എതിർക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഫിസിക്കൽ അവേർനെസ്, എക്സസീവ് ഡേ ഡ്രീമിങ്, അത് നമുക്കറിയാം. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് വിത്ത് പാരൻസ് ആൻഡ് വിത്ത് കമ്മ്യൂണിറ്റി. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ പാരൻ്റൽ ആസ്പിറേഷൻസ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ചിൽഡ്രൻ. ഇങ്ങനെ കൗമാരക്കാർ നിരവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഈ പിയർ ഗ്രൂപ്പ്സിൽ അവരെ പിയർ ഗ്രൂപ്പ്സിൽ പെട്ടുപോകുന്നൊരു കാലഘട്ടമാണ്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് തന്നെ അഡോളസെൻസിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അഡോളസൻസ് പീരീഡിലെ ഫിസിക്കൽ ചേഞ്ചിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കഴിഞ്ഞ കേറ്ററ്റിൽ 3 അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. സാധാരണ വരുന്നതെന്ന് വെച്ചാൽ റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് ഈസ് നോട്ട് യൂണിഫോം ആൻഡ് പ്രൊപ്പോർഷനേറ്റ്. അത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ബോയ്സിലും ഗേൾസിലും വ്യത്യാസമുണ്ട്. ഇൻക്രീസ് ഇൻ മോഡേൺ ആക്ടിവിറ്റീസ്, സെൻസ് ഓഫ് ക്ലംസിനെസ്, ഒരുപാട് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. മെൻ്റലി, മോറലി, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സെക്സ് കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്, ഇൻറ്റൻസ്ലി ഇമോഷണൽ, ഹീറോ വർഷിപ്പ്, അതാണ് ഒരു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, ഹീറോ വർഷിപ്പ്. അതുപോലെ തന്നെ കെയറിങ് ഫോർ റെക്കഗ്നേഷൻ, ക്രാവിങ് ഫോർ റെക്കഗ്നേഷൻ, അവർക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നൊരിത്. ഇമാജിനേറ്റീവ് ആക്ടിവിറ്റീസ്, അത് ഈ നമ്മുടെ അഡോളസൻസ് പീരീഡിലൊരു പ്രധാനമാണ്. പിയർ ഗ്രൂപ്പ് റിലേഷൻസ്, മോറൽ അവേക്കനിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഫിസിക്കൽ ചേഞ്ചസ് ഇൻ ഗേൾസിൽ വരുന്നത് ബോഡി ഹെയർസ്, അവരുടെ കൈകളിലും അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വരുന്ന ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗേൾസിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. വജിനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നു, പീരിയഡ്സ് ഉണ്ടാകുന്നു, ഇൻക്രീസ് ഇൻ ഹൈറ്റ്, വൈഡ് ഹിപ്സ്, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വൈഡ് ഹിപ്സ്. നമ്മൾ എവിടെ നോക്കിയാലും അത് മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, വൈഡ് ഹിപ്സ്. ഇത് ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഗേൾസിൽ. ബോയ്സിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസ്, ഷോൾഡേഴ്സ് ഗെറ്റ് വൈഡർ, ഗേൾസിന് ഹിപ്സ് പറഞ്ഞതുപോലെയാണ് ബോയ്സിന് ഷോൾഡേഴ്സ് ഗെറ്റ് വൈഡർ. ഫേഷ്യൽ ഹെയർ അണ്ടർ ആംസ്, അത് ഗേൾസിനും വരുന്നുണ്ട്. പ്യൂബിക് ഹെയർ, അത് ഗേൾസിന് ഉണ്ടാകുന്നുണ്ട്. ആഡംസ് ആപ്പിൾ, അത് ബോയ്സിന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കഴിഞ്ഞ കേട്ടിട്ടൊരു ഒരു ക്വസ്റ്റ്യനാണ്, അഡോളസൻസ് പീരീഡിൽ ബോയ്സിനും ഗേൾസും വരുമ്പോൾ അത് ഗേൾസിനല്ലാത്തൊരു പ്രത്യേകത അല്ലെങ്കിൽ ബോയ്സിന് മാത്രം വരുന്നൊരു പ്രത്യേകതയായിട്ട് ചോദിച്ചിട്ട് വരുന്നതാണ് ആഡംസ് ആപ്പിൾ. ദെൻ പെനിസ് ഗെറ്റ് ലോങ്ങർ ആൻഡ് വൈഡർ ആൻഡ് ടെസ്റ്റ് ഗെറ്റ് ലോങ്ങർ. ഇത്രയും ഫിസിക്കൽ ചേഞ്ചസ് ബോയ്സിനുണ്ടാകുന്നു. ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ടൈം ഫോർ റാപ്പിഡ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ബുദ്ധിപരമായിട്ട് നന്നായിട്ടൊരു ചേഞ്ച് ഉണ്ടാകുന്നു. പിയാഷെ ഡിസ്ക്രൈബ്സ് അഡോളസൻസ് ആസ് ദ സ്റ്റേജ് ഓഫ് ലൈഫ് ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽസ് തോട്ട് സ്റ്റാർട്ട് ടേക്കിംഗ് മോർ ആൻഡ് അബ്സ്ട്രാക്ട് ഫോം ആൻഡ് ഈഗോസെൻട്രിക് തോട്ട് ഡിക്രീസ്, allowing individuals to think and reason inwarder perspective. അതായത് പിയാഷെയും ഈ അഡോളസൻസിനെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്റ്റാൻലി ഹാളിൻ്റെ വേർഡ്സ് ആണ്. അഡോളസൻസ് ഈസ് എ ന്യൂ ബർത്ത് ഫോർ ഹയർ ആൻഡ് മോർ കംപ്ലീറ്റ്ലി ഹ്യൂമൻ ട്രൈറ്റ്സ് ആർ നൗ ബോൺ. അതായത് ഒരു പുതിയ മനുഷ്യൻ ജനിക്കുന്നത് പോലെയാണ് ഒരു അഡോളസൻസ് എന്ന് പറയുന്ന ഒരു ന്യൂ ബർത്ത് ആണ് അവിടെ നടക്കുന്നത്. അഡോളസൻസ് ആസ് എ ടൈം ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്ന് സ്റ്റാൻലി ഹാൾ പറഞ്ഞു. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെയിൻ, സ്ട്രെസ് ആൻഡ് സ്റ്റോം, ഇങ്ങനെ പറഞ്ഞത് ആര് അഡോളസൻസിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ അത് സ്റ്റാൻലി ഹാളാണ്. ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം അത് ചോദിക്കും. കാറ്റിൻ്റെയും കോളിൻ്റെയും പീരീഡാണ് കൗമാരം എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ അത് സ്റ്റാൻലി ഹാളാണ്. പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിംഗ്വർത്ത്. പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിംഗ്വർത്ത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്ത് വച്ചേക്കുക.